അഷ്കറിനെ എങ്ങനെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്? ആദ്യത്തെ കാര്യം എൻ്റെ പേര് അഷ്കർ എന്നല്ല, അസ്കർ എന്നാണ്. എല്ലാവരും ഇത് മാറ്റി പറയുന്നത് കേൾപ്പിച്ചിട്ട് വിഷമമുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഈ സിനിമയോട് കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ പേര് അസ്കർ അലി എന്നാന്നുള്ളത് എല്ലാവരും അറിയുന്നത്. ടെൻഷനൊക്കെ ഉണ്ടായോ റിലീസിന് അന്ന്? ഇല്ല, ടെൻഷൻ ഉണ്ടായിരുന്നില്ല, നല്ല പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ പോവായിരുന്നു. പണി അറിയാവുന്ന ഒരു സംവിധായകൻ എൻ്റെ പിറകിൽ നിന്ന് നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ട്. ഞാൻ പാട്ടൊക്കെ കളിച്ച് റൂമിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. കാര്യം ഇതെനിക്ക് അടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം ആയിരുന്നു അത് കണ്ടിട്ട് നിനക്കെന്താ തോന്നി? ആരെങ്കിലും ലൈഫിൽ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് എക്സ്പ്രഷൻ, അപ്പൊ തന്നെ ഷോട്ട് വെക്കും. ഇടയ്ക്ക് ഞാൻ ഭയങ്കര എൻ്റെ കിളിയങ്ങ് പറക്കും. അപ്പൊ ഞാൻ ജിത്തു കിട്ടി ഇതാണെന്ന് ഒന്ന് പറയും. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഇത് വേറെ സംഭവമാണ്. എനിക്ക് ആദ്യമേ ഒരു ഇതുണ്ടോ എങ്ങനെ വിനീതേട്ടൻ സംസാരിക്കുമായിരിക്കും. അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനും വിനീതേട്ടൻ ഞങ്ങൾക്ക് ഒരേ വൈബാണ്. ഡിസ്കസ് ചെയ്യുന്ന കഥകളായാലും കാര്യങ്ങളായാലും ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ശരിക്കും മടിയുണ്ടോ? പൊതുവേ പണിയില്ലാതെ കുറെ നാള് നിന്നോണ്ട് മറ്റേ ഉറങ്ങി ആസ്വദിച്ച് ഉറക്കത്തിന്റെ ഒരു സുഖം പിടിച്ചു പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറി. ഇനിയിപ്പോ ട്രാക്ക് കയറില്ല, എനിക്കൊരു ഹിറ്റ് ഒന്നുമില്ലോ. ഇനി ട്രാക്ക് പിടിക്കുമ്പോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. സംഭവം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി എല്ലാവരെയും വണ്ടടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സംഭവത്തിന്റെ ക്രൂം ഡയറക്ടറുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം വിനീതേട്ടൻ, ജിത്തു ആൻഡ് അഷ്കർ. മൂന്ന് പേർക്കും വെൽക്കം. നമസ്കാരം. താങ്ക് യു. ഫസ്റ്റ് തന്നെ ഡയറക്ടറോട് ചോദിക്കാം, എങ്ങനെയുണ്ട് റിലീസ് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്? ഭയങ്കര ഹാപ്പിയാണ്. നമ്മളും ഇനീഷ്യലി ഫസ്റ്റ് ഡേ തൊട്ടേ ഇത്ര റെസ്പോൺസ് കിട്ടുമെന്നിട്ടും പ്രതീക്ഷയില്ല. പതിയെ ആൾക്കാരിലോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സന്തോഷം. ടെൻഷനൊക്കെ ഉണ്ടായോ റിലീസിന് അന്ന്? ഇല്ല, ടെൻഷൻ ഉണ്ടായിരുന്നില്ല, നല്ല പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ പോവായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ശരിക്കും ഭയങ്കര ഇംപ്രസ്ഡ് ആയി? ഷോർട്ട് ഫിലിമാണ്. ഞാൻ ജിത്തു ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ചെയ്ത പവി കാറ്റഗ്രാഫ് പടത്തിൽ ദിലീപേട്ടൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സുരാജേട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്, ജിത്തു ഒരു ഷോർട്ട് ഫിലിം ചെയ്ത ഒരാളാണ്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു കഥ പറയണം, ഇതൊന്ന് സമയം പോലെ കേൾക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വിളിച്ചു എന്നെ ജിത്തു. വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ചേട്ടൻ, അതൊന്ന് കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. ഷോർട്ട് ഫിലിം അതിൻ്റെ ഒരു ഐഡിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അത് ഒരു പണി അറിയാവുന്ന ഒരു സംവിധായകൻ എൻ്റെ പിറകിൽ നിന്ന് നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി സുരാജൻ ആദ്യം പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന ആ സിനിമയുടെ അസിസ്റ്റൻ്റ് ആവാനായിരുന്നു ആദ്യം സുരാജൻ്റെ അടുത്ത് ജിത്തു ചെന്നത്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ക്രൂ ഒക്കെ സെറ്റായി ഞാൻ ഷൂട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കഥ പറയലൊരാവശ്യമായിട്ട് ജിത്തു വരുന്നത്. ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം അത് ഒരു സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത എനിക്കറിയായിരുന്നു. പിന്നെ ആകെ അറിയേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് എനിക്കൊന്ന് 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതൊരു 2 മണിക്കൂർ സിനിമ ആകുമ്പോൾ അതെങ്ങനെ വരും എന്നറിയണം. പിറ്റേന്ന് ജിത്തു വന്നിട്ട് ജിത്തു നെറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട് ജിത്തു. ഞാൻ അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജോണറാണ് ഇപ്പോൾ ഈ സിനിമയിലുള്ള ജോണർ. ഈ പറയുന്ന ടൈം ലൂപ്പ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഞാൻ സിനിമകൾ കാണാറുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തൊരു ജോണറില്ല. പക്ഷേ ജിത്തുവിന് അതിനകത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ജിത്തു എനിക്ക് സീനായിട്ട് നെറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും എൻ്റെ ഓരോ സംശയങ്ങൾക്കും വളരെ ക്ലാരിറ്റിയിൽ ജിത്തു എനിക്ക് ആൻസർ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആകെ അറിയേണ്ടത് എൻ്റെ ക്യാരക്ടർ ഏതാണ് എന്നുള്ളത്. അങ്ങനെ ക്യാരക്ടർ ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഞാൻ പോലീസ് വേഷം ചെയ്തിട്ടില്ല, ഞാൻ CBI ആയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു യൂണിഫോം വേഷം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂണിഫോമിൽ അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, ഒരു പാസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ബിഹേവിങ്ങിലും ഒക്കെ ആ ഡീറ്റെയിലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ നെറേഷൻ ജിത്തു ഫസ്റ്റ് തന്നപ്പോൾ തന്നെ ഐ എം ഇൻ എന്നുള്ളത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. സാധാരണ നമ്മൾ ചിലപ്പോൾ ഞാൻ നാളെ പറയാം എന്ന് ഒരു സെക്കൻഡ് തോട്ടിന് ടൈം എടുക്കും. പക്ഷേ ഇത് ഞാൻ ഉണ്ടായില്ല, ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഐ മീൻ. ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്? ആദ്യത്തെ കാര്യം എൻ്റെ പേര് അഷ്കർ എന്നല്ല, അസ്കർ എന്നാണ്. എല്ലാവരും ഇത് മാറ്റി പറയുന്നത് കേൾപ്പിച്ചിട്ട് വിഷമമുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഈ സിനിമയോട് കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ പേര് അസ്കർ അലി എന്നാന്നുള്ളത് എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജിത്തുവിനെ എനിക്ക് 2 കൊല്ലമായിട്ട് നമ്മൾ പരിചയമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊഡ്യൂസറെ കിട്ടാനൊക്കെ വലിയ പാടായതുകൊണ്ടും ഒക്കെ ഇങ്ങനെ നമ്മൾ ജിത്തു കുറേ ഓടിയിട്ടുണ്ട് ആ സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട്.
ആ സമയത്തൊന്നും നമുക്ക് വിഷമം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അങ്ങനെയാണ് ഇവര് ഷോർട്ട് ഫിലിം ചെയ്തത്. അത് ഇത്രയും വൈറലായി, ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനോട് ഈ പടം ചെയ്യാം എന്ന് പറയുമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ജിത്തു എന്നെ അപ്പോഴും വിളിക്കുമ്പോൾ പറയും, അത് എന്റെ മനസ്സിലൊരു വലിയ ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ്, അതിപ്പോ ചെറിയ ബഡ്ജറ്റിൽ നമ്മളെല്ലാം വളരെ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള ഒരു ആദ്യമേ പറഞ്ഞാണ് നമ്മൾ ഈ സിനിമയിലേക്ക് കടക്കുന്നത്. അത് തന്നെ, അതിപ്പോ ഇത്രയും ഇറങ്ങി ഇത്രയും ഒരു സക്സസ്, എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിന് ഇത്രയും പ്രേക്ഷകരുടെ കൈയടി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഇതിനു മുമ്പും റിലീസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹാപ്പിയസ്റ്റ് പോയിന്റിൽ ശരിക്കും അസ്കർ ഇറങ്ങുന്ന ഒരു ടൈം ഞങ്ങളെല്ലാവരും കണ്ടത് ശരിക്കും സംഭവത്തിന്റെ റിലീസ് ചെയ്യണ്ട. ശരിക്കും അതൊരു ഭയങ്കര പേഴ്സണലി ഭയങ്കര ഓർവെൽമിങ് ആയിരിക്കുമല്ലോ. ആ കിട്ടിയ റെസ്പോൺസും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്റെ സക്സസ് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം കൂടെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലെന്താ ഫീൽ ചെയ്യണേ? കാര്യം ഒന്നാമത്തെ കാര്യം ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. കാര്യം ഇതൊരു മോശം പടമല്ല, ഇതൊരു അടിപൊളി പടമാണ്, എല്ലാവരും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ട്. ഞാൻ പാട്ടൊക്കെ കളിച്ച് റൂമിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടാ പോയ കാര്യം ഇതെനിക്ക് അടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസും ആ ഒരു സന്തോഷമൊക്കെയാണ് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കിട്ടിയ. കാര്യം നമ്മളും സിനിമകൾ കാണുന്നതാണ്, നമുക്കൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, അല്ലെങ്കിൽ അതിന്റെ ഔട്ട് എന്തെങ്കിലും ഡബിന് പോകുമ്പോ ഒക്കെ അറിയാമോ ഇത് അടിക്കും, ഇത് കിട്ടുന്നതാണ് എന്ന് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ മൊത്തം ഉണ്ടായിരുന്നു. ഈ ശരിക്കും റീസെന്റ് ഒക്കെ നമ്മൾ ലവ് ടുഡേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജൂണിന്റെ ഒരു ഷോർട്ട് ഫിലിം വേർഷൻ ആണ് പിന്നെ സിനിമയാണ്. ശരിക്കും ഒരു ഷോർട്ട് ഫിലിം വേർഷൻ സിനിമ ആക്കുമ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്താ അതിനകത്ത്? ഷോർട്ട് ഫിലിം കണ്ട് വർക്കൗട്ട് ആയിരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാൾ കുറച്ചുകൂടിയെങ്കിലും ബെറ്റർ ആയിട്ട് സിനിമ തോന്നണം എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് ചലഞ്ച്. അപ്പോൾ കുറച്ച് അറിയാലോ, ഇപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫിലിംസിലുള്ള കുറച്ച് ഏരിയാസ് പടത്തിലും വരുന്നുണ്ട്, അത് കുറച്ച് ക്രൂഷ്യൽ മൊമെന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടേക്കുന്ന ആൾക്കാരെ അവർക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കാൻ പറ്റണം എന്നുള്ള സാധനമായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്. ഈ ശരിക്കും ഇത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവം ആയിരുന്നു ആ ബാക്ക് സ്റ്റോറി ഒക്കെ? അല്ല ഫുൾ എന്താ ഉദ്ദേശിച്ചത്, റിയൽ ലൈഫ് ആണോ അതോ ഫിക്ഷൻ ആണോ? അത് കണ്ടിട്ട് നിനക്കെന്താ തോന്നി? ആരെങ്കിലും ലൈഫിൽ എങ്ങനെ നടക്കുമെന്ന് അല്ലല്ല, ബാക്ക് സ്റ്റോറി ബാക്ക് സ്റ്റോറി ഫിക്ഷൻ ആണ്. ശരിക്കും അതിന്റെ ഐഡിയ എവിടുന്ന സ്ട്രൈക്ക് ചെയ്യണേ? അതങ്ങനെയൊന്നുമില്ല ബ്രോ. നമ്മളിങ്ങനെ ആലോചിക്കും, ഇപ്പോൾ ബേസിക്കലി ഇന്ന സാധനങ്ങൾ വേണം, അതായത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ളൊരു പരിപാടിയാണ്. പിന്നെ ബ്രോ ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ പ്രതിമ, ഇപ്പൊ പറയാൻ പറ്റുമെന്ന് അറിയില്ല, സ്പോയിലറാണ്. അത് ആക്ച്വലി പുരാണത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ സ്പോയിലറാണ്, പടം കാണാത്തവര് ഇതൊന്ന് സ്കിപ്പ് ചെയ്യണം. ഇന്ത്യൻ ടൈം ട്രാവൽ, ഇന്ത്യൻ മിത്തോളജി വേണ്ട, ആ ക്യാരക്ടർ മീൻസ് എന്താ പറയാ, ടൈം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ മിത്തോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു പരിപാടി തന്നെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് രാമായണത്തില് ഈ കാകഭൂഷുണ്ടി എന്ന് പറഞ്ഞ തുളസിദാസിന്റെ രാമായണത്തിലാണ് അദ്ദേഹം ആ ക്യാരക്ടറിനെ പ്രതിപാദിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ ക്യാരക്ടറാണ് ഞാൻ അറിഞ്ഞെടുത്തോളം ആദ്യമായിട്ട് ഈ ടൈം ട്രാവലിനെ കുറിച്ചൊക്കെ പറയുന്ന മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ അതന്ന് ജിത്തു കഥ പറയാൻ വന്നപ്പോൾ ആ ഒരു റെഫറൻസും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾ ഞാൻ റെഫർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് സിനിമയിൽ എന്നാൽ ഒരിക്കലും അത്തരം ഒരു മിത്തോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഒന്നും സിനിമയിലില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ട്രാവൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അതൊരു ചിരഞ്ജീവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. അപ്പോൾ ആ മിത്തിനെ എടുത്തിട്ടാണ്, അതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഫസ്റ്റ് തോട്ട്, അതിൽ നിന്നാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് അന്ന് ജിത്തു പറഞ്ഞത്. റെജിക്ക് വേണ്ടി തന്ന ഒരു ഐഡിയ എന്തായിരുന്നു ശരിക്കും, എങ്ങനത്തെ പോലീസുകാരനാണെന്നുള്ളത്? റെജി ബേസിക്കലി റെജി ഒരു കുറച്ച് കലിപ്പനാണ് മൊത്തത്തിൽ. അപ്പോൾ ആ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ എന്നുള്ളത് നമുക്ക് ആദ്യം സിനിമയിൽ മനസ്സിലാവുന്നില്ല, അത് പിന്നീട് മനസ്സിലാവും. അതും ഞാൻ ഇപ്പോൾ സ്പോയിലർ ആകുന്നുണ്ട് അത് പറയുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് ജിത്തു ഫസ്റ്റ് പറയുമ്പോൾ നെറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടിയിരുന്നു. പിന്നെ റെജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതൊക്കെ വിത്ത് ഷോട്ട് ബൈ ഷോട്ട് ജിത്തുവിന് ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റെജിയുടെ പാസ്റ്റ് അറിയുന്നത് കൊണ്ട് നമ്മളുടെ ആ സമയത്തുള്ള ആദ്യത്തെ ബിഹേവിങ് വൈ ഹീസ് ലൈക്ക് ദിസ് എന്ന് നമുക്ക് ആദ്യം തോന്നും. പക്ഷെ പിന്നീട് അത് നമുക്ക് കിട്ടും. അപ്പോൾ ആ സാധനം എൻ്റെ ഉള്ളിൽ എപ്പോഴെപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജിത്തു തന്ന ആ ഒരു നെറേഷൻ. ശരിക്കും ഏറ്റവും സിനിമയിൽ ഏറ്റവും കൺഫ്യൂസിങ് പോയിന്റുകളുള്ള ഒരു ആക്ടർ കൂടെയാണ്.
ശരിക്കും എന്താ ആ ക്യാരക്ടറിന് വേണ്ടി എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്? കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ് ആവുമല്ലോ. കാരണം മൾട്ടിപ്പിൾ ടൈം ലൈനിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെയും കറങ്ങുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു കൺഫ്യൂഷൻ പോയിന്റ്? അത് എനിക്കിത് കിട്ടിയേക്കുന്ന ഒരു ഗുണം, ജിത്തു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഇത്രയും ലേയേഴ്സ് ഉണ്ടെന്ന് ഇവൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച്, ഇപ്പൊ ചിലരും എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, വലിയ ഇതാണ് ചെയ്യാൻ പോകുന്നത് അതാണ്. ജിത്തു ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇത്ര ഉള്ളു ഈ പരിപാടി, അത് കഴിഞ്ഞാൽ കറക്റ്റ് പ്ലാൻ ജിത്തുവിനുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താ ഇത് ഇയാളുടെ ക്യാരക്ടർ എന്താ സ്വഭാവം, ഇപ്പൊ ഞാൻ നേരിട്ടുള്ള പോലത്തെ ഒരു സ്വഭാവമേ അല്ല ഈ ക്യാരക്ടറിന്. കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് ഒതുങ്ങി സംസാരിക്കുന്ന ഒരു ടൈപ്പാ. അപ്പൊ അത് ജിത്തു എനിക്ക് കറക്റ്റ് എവിടെ എന്ത് പോയിന്റ് എന്താണ് ആ ക്യാരക്ടറിന്റെ ലെവൽ എല്ലാം കറക്റ്റ് പറഞ്ഞു തരും. നമ്മുടെ പണിയും കൂടെ ആണല്ലോ, നമ്മളും കൂടെ അതിൽ കഷ്ടപ്പെട്ട് ഇപ്പൊ കിട്ടും. ഈ കാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിപൊളി പോർഷൻസ് എന്തായിരുന്നു? കാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. രസം, അതിനകത്തൊരു സീനുണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ ഒരു 3 മണിക്കൂറോളം ആ ഒരു ഇതിനകത്ത് കിടക്കേണ്ടി വന്നിട്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് വിനീതനുള്ള പടത്തിൽ കുറെ പടത്തിൽ ഉണ്ടല്ലോ. അത് അപരിചിതനിലുണ്ട്, അപരിചിതനിലുണ്ടോ? അപരിചിതനില് എനിക്ക് ഓർമ്മയില്ല. ദേവദൂതനിലുണ്ട് മുരളിച്ചേട്ടൻ അങ്ങനെ വീഴുന്നത് ഞാൻ. അപരിചിതനിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ മറ്റേ പുള്ളി മുങ്ങി പോണായിരുന്നു. ഓ അങ്ങനെയുണ്ടല്ലേ, ശരിയാ. അപ്പോൾ അത് ആക്ച്വലി അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് അനുഭവിക്കേണ്ടി വന്നിരുന്നു. കാരണം അത് ഈ കാട്ടിനകത്ത് നമ്മൾ സെറ്റ് ഇട്ടിട്ടാണെങ്കിലും പൊതുവേ അതിനകത്ത് യൂസ് ചെയ്യുക സാധാരണ നമ്മൾ ഈ എന്താ കൊപ്രയുടെ എന്താ പറയുക, തേങ്ങയുടെ ഇതുണ്ടല്ലോ, കൊപ്രയാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്, അതാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് കാട്ടിൽ അത് ഇടാൻ പറ്റില്ല, കാരണം ആനകൾ വരും, ഇതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് വരും. അപ്പോൾ അത് വരുന്നത് കൊണ്ട്, ആനകൾ വരുന്നത് കൊണ്ട് അതിന് പകരം വേറൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ബേൺ ചെയ്യുന്നൊരു പരിപാടിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒറിജിനൽ റെയിൻ വരുന്നുണ്ട് ഇടയിൽ. ഇത് വരുന്ന സമയത്ത് ഇതൊക്കെ പാറി കണ്ണിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ, അപ്പോൾ ഞാൻ ഈ ഇടയിലിടയിൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂണിഫോം ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ജിത്തു മൊത്തം ഷൂട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കയറാം, ഷോട്ട് നീ എന്താ പ്ലാൻ ചെയ്തു പടപടയെന്ന് നമുക്ക് എടുക്കാം, ലെൻസ് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഫുൾ ടൈം അതിനകത്തായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ അങ്ങനെ അതിനകത്ത് നിന്നു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കാലിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബേണിങ് ഫീൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജിത്തു ഞാൻ ഒന്ന് കയറട്ടെ എന്ന് വെച്ചു. കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കത് പണി പാളിയത് മനസ്സിലായത്. അതായത് സ്കിന്നങ്ങ് ബേണായിപ്പോയി, ഒരു ലെയർ അങ്ങ് ബേണായി. അതിന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അങ്ങനെയാണ് അപ്പോഴേക്കും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഷോട്ട് ഓൾമോസ്റ്റ് തീർന്നിരുന്നു. അതാണ് കാട്ടിൽ. പിന്നെ നമുക്ക് രസകരമായിട്ടില്ല ഇതിപ്പോൾ അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ദേവദൂതൻ ചെയ്യുമ്പോഴും ഇതേപോലെ വേറെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ ഭാഗമാണ്, അതുകൊണ്ട് അത് നമുക്ക് വലിയൊരു വിഷയമല്ല. പക്ഷേ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്, നമ്മൾ പാമ്പിനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട്, അതായത് നമുക്ക് കാണാം അവിടെ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതേതാ ഇവിടെ പാമ്പുണ്ടെന്ന് എല്ലാവർക്കും ഇൻഫോം ചെയ്യും. നമ്മൾ സൈഡിലൂടെ പോകും, അത് അനങ്ങാതെ അവിടെ അങ്ങ് നിൽക്കും. പിന്നെ വിഷമില്ലാത്ത പാമ്പുകൾ പെട്ടെന്ന് ഓടും. പാമ്പുകളുടെ ഒരു ബേസിക് നേച്ചർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിഷമില്ലാത്ത പാമ്പുകൾ പെട്ടെന്ന് നമ്മളെ കണ്ട രക്ഷപ്പെടാൻ നോക്കും. മറ്റേത് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇവനെ വന്നാലും അടിക്കാം. അപ്പോൾ ആ കോൺഫിഡൻസിൽ അവരവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ ആ നിപ്പ് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണ ഓരോരാൾ പോകുമ്പോഴും ഒരാളവിടെ നിന്നിട്ട് ഇൻഫോം ചെയ്യും, ഇത് ഇവിടെ ഉണ്ട് ആള് എന്ന്. അപ്പം അത്രയും പാമ്പുകളുള്ളൊരു കാടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓടുക എന്നൊക്കെ പറയുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് നന്ദി എന്ന സിനിമയിൽ ആദ്യം എഴുതി കാണിക്കുമ്പോൾ അങ്ങനെ എഴുതിയത് ഞാൻ സ്ക്രീനിലാണ് ഞാനും കണ്ടത്. അപ്പം അത് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് എപ്പോഴും ഇതുപോലുള്ള നമ്മൾ ഒരു ഷൂട്ടിന് പോകുമ്പോൾ ചെല്ലുന്നത്. കാരണം നമുക്കറിയില്ല നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അതിന് പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രപഞ്ചം അല്ല അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പം അത്തരത്തിൽ ഒരു കൂടെ ഉണ്ടായിരുന്നൊരു സിനിമയാണിത്. കാരണം അവിടുത്തെ ആ ഗരുഡൻ്റെ ശില്പം പോലും, ഗരുഡനല്ല, ഈ നമ്മുടെ ശില്പം, അത് കാക്കയെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ശില്പം പോലും നമ്മൾ അവിടെ തന്നെ നമുക്ക് ഡെയിലി എടുത്തുകൊണ്ടാവുന്ന ഒരു വലുപ്പത്തിലുള്ളതല്ല. അതൊരു 2-3 ആൾ പൊക്കം ഉണ്ടാവും ശില്പത്തിന്. അപ്പോൾ അത് ഫൈബറിൽ ചെയ്താണ്. അത് നമ്മൾ അവിടെ ചെന്നൈയിൽ നിന്ന് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ആനകൾ രാത്രി വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആനയേക്കാൾ ഉയരമുള്ള ഒരു സാധനം കണ്ടാൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതാണ് അവിടുന്ന് നമുക്കിട്ട് ഇൻഫോർമേഷൻ. ഡെയിലി നമുക്കിതൊരു ടെൻഷൻ ഉണ്ട്, ഇത് എടുത്ത് തീരുന്നതിനിടയിൽ ഇത് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ നമുക്കിത് വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രയും, കാരണം നമ്മുടെ ഒരു നമ്മൾക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട്, ഡേയ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഹഡിൽസ് ഉണ്ടെങ്കിലും ഷൂട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് കാരണം അത്ര രസമുള്ളൊരു, നമുക്ക് എപ്പോഴും അതാണ് ആ ഒരു ടീം നമുക്ക് കിട്ടുന്നൊരു
അതിൻ്റെ ഒരു പ്ലഷർ ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഒന്നാമത് ഈ ലൂപ്പിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് തന്നെ പലപ്പോഴും സംശയമാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ അസ്കറിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് അസ്കർ ഇങ്ങനെ ചിന്തിക്കുക, ഈ ലൂപ്പ് 4 ലൂപ്പ് ഇതാണ് എക്സ്പ്രഷൻ, അപ്പം തന്നെ ഷോട്ട് വെക്കും. അതല്ല ഇതിൽ കൺഫ്യൂഷൻ എന്ന് വരും. ഞാൻ ഒന്ന് നടന്നു വരുമ്പോ ഞാൻ ചോദിക്കും, എടാ ഇത് ഏത് എപ്പോ എവിടെ നിന്ന് ഞാൻ നടന്നു വരുന്നതെന്നൊന്ന് പറഞ്ഞ്. കാര്യം നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ കറക്റ്റ് ആ ഒരു ഇതിലല്ലല്ലോ പോകുന്നത്. പല സമയത്തുള്ളത് ഇപ്പോ അവസാനത്തെ ആദ്യം അങ്ങനെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുക്കുന്നോണ്ട് നമുക്ക് ഇടയ്ക്ക് ഞാൻ ഭയങ്കര എന്റെ കിളിയങ്ങ് പറക്കും. അപ്പൊ ഞാൻ ജിത്തു ആ കിട്ടി ഇതാണെന്ന് ഒന്ന് പറയും. ഞാൻ ഓക്കെ ഉറപ്പല്ലേ. ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ചില ഷോർട്സ് നമ്മള് ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം വന്നിട്ട് ജിത്തു പറയും, ഇല്ലേക്കാ ഇത് ആ സമയത്ത് നടന്നു വരുന്നതല്ല, രണ്ടാമത് നടന്നു വരുന്നത്, നമുക്ക് ഒന്നുകൂടെ ഇന്ന് നടക്കാം. എത്ര മെറൂൺ ഷർട്ട് ഉണ്ടായിരുന്നു? എത്ര ഷർട്ട് മാറി മാറി? ഷർട്ട് ഉണ്ട്, അതല്ല ഒറ്റ കോസ്റ്റ്യൂമേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ ഡ്യൂപ്പ് വേറെ ഷർട്ട്. ചില സമയത്ത് നമ്മള് മഴയിലായിരിക്കുന്നതാണ്, അപ്പൊ നനച്ചൊരു ഷർട്ട് ഇട്ടുണ്ടായിരിക്കും. അവിടെ എപ്പം മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മള് ഉടനെ മറ്റേ മഴയത്തുള്ള സീനൊക്കെ എടുക്കുക, ആ ഷർട്ട് എടുത്ത് ഇടും. ഈ ശരിക്കും നമുക്കറിയാം, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ ഫേസ് ചെയ്യേണ്ടി വരുന്നൊക്കെ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. മേ ബി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അപ്പുറം ഈ പറഞ്ഞ ഫസ്റ്റ് തന്നെ ആർട്ടിസ്റ്റിനെ ഓൺ ബോർഡ് ചെയ്യിക്കാനുള്ള ബുദ്ധിമുട്ട് തൊട്ടിട്ട് ശരിക്കും ഇതിപ്പോ ഇറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പേഴ്സണലി ഞാൻ സക്സസ് ആയി എന്ന് തോന്നുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്തായിരിക്കും? അല്ല ബ്രോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ പടം ചെയ്യണ സമയത്തും ഇപ്പം എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു സേഫ് സോൺ പരിപാടി പിടിക്കാം അങ്ങനെ. പക്ഷെ അപ്പോൾ അതല്ല, നമുക്കിപ്പോൾ ഒരു സിനിമയാണെങ്കിലും ആ ചെയ്യുന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അപ്പോഴും എന്താ പറയുക, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ഈവനിങ് വനിതാ തിയേറ്ററിൽ പോയപ്പം ഹൗസ്ഫുൾ ഷോസ് ആണ്. അപ്പം നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ഫസ്റ്റ് ഡേ തന്നെ ഈവനിങ് ആൾക്കാർ, ഇപ്പം ഞാനൊരു പുതിയ ആളാണ്, പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പടമായിട്ട് ഒരു ഓഫ് സീസണിൽ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഈവനിങ് തന്നെ ഒരു മൗത്ത് കയറി ഓഡിയൻസ് അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട്, അതാണ് ഏറ്റവും ഒരു ഭയങ്കര എന്താ പറയുക അച്ചീവ്മെന്റ് തോന്നിയൊരു മൊമെന്റ്. എന്തായാലും ഉറപ്പായിട്ടും മറ്റേ ഫസ്റ്റ് ഡേ എന്തായാലും ക്രൂ ഷോ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം, എല്ലാം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെയാണ്. അപ്പൊ അവർ നല്ലത് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പുറത്തുള്ള ഒരു ഓഡിയൻസ് വന്ന് കണ്ട് ആ ഒരു കൈയടി കിട്ടിയ ആ ഒരു മൊമെന്റ് ആണ് ഏറ്റവും ഒരു അച്ചീവ്മെന്റ് അങ്ങനെ തോന്നിയ സംഭവം. ഈ റീസെന്റ് ഇപ്പൊ നമ്മളെ റൈഫിൾ ക്ലബ് ഒക്കെ കണ്ടപ്പോ വിനീതേട്ടന്റെ ഒരു പഞ്ച് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ആ പഞ്ചിൽ തിയേറ്ററിൽ ഭയങ്കര കൈഡിയായിരുന്നു. ശരിക്കും വിനീതേട്ടന്റെ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യണമെന്ന് എല്ലാരും ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും ഞാൻ ആക്ഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ അതിന് മുമ്പ് ചെയ്ത വേഗം എന്ന് പറയുന്ന സിനിമയിലും ക്ലൈമാക്സിൽ ആക്ഷൻ സീക്വൻസ് എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയാണ്. അത് കഴിഞ്ഞ് സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന പടം ചെയ്യുമ്പോൾ അതെ, അത് ആക്ച്വലി അത് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴാണ് എല്ലാവരും കണ്ടിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകളും അതിനകത്ത് കമന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ സിനിമകളിലെല്ലാം ആക്ഷൻ സീക്വൻസ് വരുമ്പോൾ എനിക്ക് അത്തരം ഫിസിക്കൽ പ്രാക്ടീസ്, ഐ മീൻ ഞാൻ ഓൾറെഡി ചെയ്യുന്നത് കൊണ്ട്, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഏറ്റവും അത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊറിയോഗ്രാഫികൾ, ഫൈറ്റ് കൊറിയോഗ്രാഫികൾ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്, റെഫറൻസ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ ഫൈറ്റ് മാസ്റ്റേഴ്സ് നമുക്ക് തരുമ്പോൾ നല്ല ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് വർക്ക് ചെയ്തത്. സുന്ദർ സാറാണ് റൈഫിൾ ക്ലബ്ബ് വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെ നല്ല മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര റിസൾട്ട് കിട്ടും. പിന്നെ ടെക്നീഷ്യൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആഷിക്ക് ഷൂട്ട് ചെയ്യുന്നു, ആഷിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് റൈഫിൾ ക്ലബിൻ്റെ ഒരു ഇമ്പാക്ട്. ഇതിനകത്തുള്ള ഫൈറ്റ് സീക്വൻസും ആക്ച്വലി റെജിയുടെ ഇൻട്രോയിലുള്ള ആ ഒരു ഫൈറ്റ് നമ്മൾക്ക് എങ്ങനെയാണോ അത് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കൃത്യമായിട്ട് ജിത്തുവിനുണ്ടായിരുന്നു. ജിത്തു വലിയൊരു വിജയ് ഫാനാണ്. അപ്പോ ആണോ? അപ്പൊ അടിമുടി ആ ഒരു സാധനം ജിത്തുവിന് എല്ലാ വിജയ് പടങ്ങളും ഫസ്റ്റ് ഷോ കാണുന്ന ആളാണ്. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെയുണ്ട്. എന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആണോ നീ? എക്സിക്യൂട്ടീവ് മെമ്പർ. എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അത്തരം സിനിമകൾ, ഈ തമിഴ് സിനിമകൾ കാണുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ജിത്തുവിന് നല്ലോണം ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റിൽ റെജി അടിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു സീക്വൻസ് എത്തിയപ്പോൾ പറയുന്നുണ്ട്, ജിത്തു പറയുന്നത് നമുക്ക് അങ്ങനെ അടിക്കണം എന്ന് പറയാം. അപ്പൊ അത് അതേപോലെ ഞാൻ എടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അതിന് മുമ്പ് ചെയ്ത സിനിമകളുടെ പോലുള്ള ഒരു ഫൈറ്റ് അല്ല, അത് ചെറിയൊരു ഫൈറ്റ് ആണെങ്കിലും അതൊരു ഇമ്പാക്ട്ഫുൾ ആണ്. അതൊരു സിംഗിൾ ഷോട്ടിൽ ആദ്യം എടുത്ത് പിന്നെയാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അതിൽ എൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു, പുതിയ ആളുകൾ താരതമ്യേന. അപ്പോൾ അവർക്കത് അങ്ങനെ വലിയ പിടിയില്ല. അപ്പോൾ ചിലതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഇഞ്ചുറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്.
പക്ഷെ അത് രസമായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് അത്യാവശ്യം മെനക്കെട്ടെടുത്തൊരു ഷൂട്ടായിരുന്നു. അങ്ങനെയുള്ള അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഈ കാട്ടിക്കൂടെ ഓടുമ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുറെ ഓടിയ ആളും കൂടെ ഉള്ളൂ. നല്ലടാ, നാട്ടിൽ ഓടുന്ന പോലെ തന്നെ. പക്ഷെ ഈ പറഞ്ഞ പോലെ പാമ്പുണ്ടോന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണും പൂട്ട് ഓടുക, കടിച്ചാ കടിക്കട്ടെ എന്നുള്ളൊരു രീതിയിലൊക്കെ ഓടുമായിരുന്നു. ഈ പറഞ്ഞ അതും പിന്നെ മൊത്തം മഴയത്താറില്ല. അപ്പൊ എന്റെയും ചെറിയ ഫൈറ്റ് പരിപാടിയൊക്കെ മഴയത്താറും. അതില് കറക്റ്റായിട്ട് വിനീതേട്ടനെ വിജയനെ വെച്ചപ്പോൾ ഞാൻ മറ്റേ വിജയ് സേതുപതി പോലെയായിരുന്നു. ഞാൻ അനങ്ങിയേ ഇടിക്കുള്ളൂ എന്നൊരു വൈബർ. നമുക്ക് ഫൈറ്റ് ചെയ്ത് വലിയ പരിചയവും മറ്റേ എന്താ ആയോധന കലകൾ അത്ര അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ മൂടാണ് പിടിച്ചത് മൊത്തം. പിന്നെ ഈ പക്ഷെ വിനീതേട്ടൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് മടിയൊക്കെ മാറ്റി വെച്ചൊന്ന് ഇറങ്ങി ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രാക്ക് വിനീതേട്ടൻ ശരിക്കും ഏജിൻ ഡബിൾ റിവേഴ്സ് കെയർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാരും പറയുന്നത്. സ്കിൻ കെയർ ടിപ്സ് ഒക്കെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്. ഞാനത് ഇതിനിടെ വേറൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്റെ ഐ മീൻ ഞാൻ കോൺഷ്യസ് അല്ല ആ കാര്യം. അതിങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടെങ്കിലും ഞാനത് ലീസ്റ്റ് ബോധേഡാണ്. കാരണം എനിക്ക് അതല്ലാതെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഏരിയകളുണ്ട്. എൻ്റെ റൈറ്റിംഗ് സൈഡ് ആയാലും അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ പ്രാക്ടീസസ് ഒക്കെയും ഞാൻ ചെയ്യുന്നത്. ഞാനൊരു നടൻ അല്ലെങ്കിൽ പോലും ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും പിന്നെ അത് ജെനറ്റിക്സ് ആയിരിക്കും. അങ്ങനത്തെ ഡിസ്കഷൻ ഒന്നും നമ്മളെ ഇടയില്ല. ഞാനിത് ആകെ മടി പിടിച്ചിരിക്കില്ലേ, ഉണർത്തി വിടുക. ശരിക്കും മടിയുണ്ടോ? അത്യാവശ്യം നല്ല മടി. പക്ഷെ മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേഗം സെറ്റില് സമയത്ത് എത്തൂലെന്നോ അല്ലെങ്കിൽ ഇവര് പറയുന്ന കേൾക്കില്ല എന്നല്ല. നമ്മള് പൊതുവേ പണിയില്ലാതെ കുറെ നാള് നിന്നോണ്ട് മറ്റേ ഉറങ്ങി ആസ്വദിച്ച് ഉറക്കത്തിന്റെ ഒരു സുഖം പിടിച്ചു പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാ. പക്ഷെ അതൊക്കെ മാറി. ഇനിയിപ്പോ ട്രൈ കയറില്ല, എനിക്കൊരു ഹിറ്റ് വന്നല്ലോ, ഇനിയിപ്പോ അത് തുടർന്ന് കൊണ്ടുവരണമല്ലോ. ഈ ശരിക്കും മുമ്പും സിനിമകളൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ ഹണി ബി 2.5 ഇറങ്ങുന്ന സമയത്ത് ശരിക്കും എന്തായിരുന്നു സിനിമ എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ്? ശരിക്കും എങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും ആ സമയത്ത്? സിനിമ ഞാൻ ആഗ്രഹിച്ച സിനിമയൊക്കെ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞല്ലോടാ, ഇത് നമ്മള് പഠിച്ചു വരുവാണ്. ഓരോ ടൈം പോകുമ്പോഴും നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യത്തിൽ നമ്മൾ മെച്യൂർ ആവും. അത് ഈ പറഞ്ഞ നമ്മൾ ട്രാവൽ ചെയ്യണം, കുറെ ഫ്രണ്ട്സ് വേണം. എനിക്ക് എല്ലാവരും പറയാനുള്ളത് എപ്പോഴും ലൈഫിൽ കുറെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കണക്ഷൻ വേണം. എന്നാലേ നമ്മുടെ തലച്ചോറും കുറച്ച് വലുതാവുള്ളൂ. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്, എനിക്ക് ഫ്രണ്ട്സും ഫാമിലി എനിക്ക് കുറച്ച് ഇമോഷണൽ ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് വേണം. അല്ലെങ്കിൽ ലൈഫ് ആസ്വദിക്കണം. ലൈഫ് ആസ്വദിക്കും, അതിന്റെ കൂടെ കുറച്ച് പണി കൊടുക്കും. അങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഹിറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഇനി അതിനു വേണ്ടി കഷ്ടപ്പെടും. ഇനി അടുത്ത സിനിമകൾ എടുക്കുമ്പോഴത്തേക്കും കാര്യം എനിക്ക് ജിത്ത് വന്നത് ഭയങ്കര ഒരു ലൈഫാ. ആ ഒരു ലൈഫ് ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതിന്റെ ഒക്കെ ബോധപൂർവ്വമൊക്കെ എനിക്കുണ്ട്. ആസിഫിക്കയുടെ കാര്യം പറയുമ്പോ ആസിഫിക്ക ശരിക്കും സെന്റർ ഓഫ് അട്രാക്ഷനാ. ചുറ്റിനും ഫ്രണ്ട്സിന് ഏറ്റവും വൈബാക്കി നിർത്തുന്ന ആളുകളിലൊന്നാണ്. ശരിക്കും ആ ഒരു ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആസിഫിക്കാന്ന് മാത്രമല്ല, എല്ലാവർക്കും വേണം. ഇപ്പൊ വിനീതേട്ടനാണേലും എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതും. അല്ലെ നമുക്കൊന്ന് വിനീതേട്ട എല്ലാവരും ഹാപ്പി ആയിട്ടൊന്ന് ഒന്നാ നമുക്ക് ഫോണിന് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു കാട്ടില്. അപ്പൊ എനിക്ക് ഈ സിനിമയിൽ വരുന്നവരെ വിനീതേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ നടനാണ്. അപ്പൊ എനിക്ക് ആദ്യമേ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെ വിനീതേട്ടൻ സംസാരിക്കുമായിരിക്കും. അതൊരൊറ്റ ദിവസം കൊണ്ട് ഞാനും വിനീതേട്ടൻ കാര്യം ഇവരൊക്കെ വെള്ളം അടിക്കും. നമ്മള് അതിലില്ലാത്തത് കൊണ്ട് ഇവരുടെ വർത്താനമൊക്കെ കേട്ട് ആ കൂടെ ഇരുന്നെങ്ക് ചില്ലാവും. ഈ ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞപ്പോഴേ ഇപ്പം നമ്മള് 2000-ന്റെ തുടക്കത്തില് സിനിമ കാണുമ്പോഴും വിനീതേട്ടൻ ശരിക്കും ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിട്ട് ഏറ്റവും നിൽക്കുന്ന സമയം. ഞാൻ കഴിഞ്ഞ ദിവസം സെവൻസ് റീവാച്ച് ചെയ്തപ്പോഴും അതിലും യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം ഏറ്റവും സെന്റർ ആയിട്ട് നിൽക്കുന്ന ആളാ. റൈഫിൾ ക്ലബിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും ഏത് സെറ്റിൽ പോകുമ്പോഴും ആ ഒരു സീനിയർ ടാഗ് എപ്പോഴും ആളുകൾക്ക് കിട്ടുമെന്ന് പറയാറുണ്ട്. ശരിക്കും വിനീതേട്ടൻ അങ്ങനത്തെ ആ ടാഗ് കിട്ടാറുണ്ട്. ആ ടാഗ് എന്താണെന്നറിയോ, അത് പുറത്തുള്ള ആളുകൾക്ക് അത് തോന്നും. നമ്മളത് എപ്പോ ഉള്ളിലെടുക്കുന്നോ അപ്പോഴാണ് നമ്മളുമായിട്ട് അവർ ഡിറ്റാച്ച്ഡ് ആവുന്നത്. എനിക്കത് ഒരിക്കലും എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ തോന്നി. എങ്ങനെയായിരുന്നു? കാരണം എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണല്ലോ. സെവൻസ് ചെയ്യുമ്പോഴും അങ്ങനെയായിരുന്നു. നമുക്ക് നല്ല വൈബായിരുന്നു. കാരണം ചാക്കോച്ചനും ആസിയായാലും നിവിനായാലും ഞങ്ങളെല്ലാവരും വൈകുന്നേരങ്ങളിൽ അവിടുത്തെ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് മിക്കവാറും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും.
അവിടെ പോയി കഴിക്കും, അത് എക്സ്പ്ലോർ ചെയ്യുക. കാരണം അതിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. നിവിനും നല്ലോണം കഴിക്കുന്ന ആളാണ്, ആസിഫിനും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ചാക്കോച്ചൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ വൈബിൽ നമ്മൾ ഏത് ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ എത്രമാത്രം ജെല്ലാവുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്, ഈ ടീമിൽ അങ്ങനെ ഒരു സീനിയോറിറ്റിയും ഇല്ല, ഒരു വേളും ഇല്ല. അസ്കർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള അസീംക്ക് ഉണ്ട്. അസീംക്ക് ഭയങ്കര സീനിയറാണ്. അപ്പൊ അസീംക്ക് അത്യാവശ്യം എപ്പോഴും ഈ സീനിയേഴ്സിന് എപ്പോഴും ആ ഗ്രൂപ്പായിരിക്കും അവിടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അവർക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അത് പക്ഷെ അസ്കർ പൊളിച്ചു കൊടുക്കും. എല്ലാ തവണ ഞങ്ങള് വൈകുന്നേരം കൂടിയാലും അസീംക്ക് പോകുന്ന സമയത്ത് വേണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് അതൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കും. ഇതിനിടയിൽ നിന്നിട്ട് അസീംക്ക് അത് അങ്ങനെയാണ്, അത് ആ ജനറേഷനായിട്ട് നമ്മളങ്ങ് നിന്നാ പോരെ, എന്തിനാണ് അതിനിടയിൽ ഒരു പിന്നെ വീണ്ടും പാഠം പഠിച്ചാലും പിന്നെ വീണ്ടും അസീംക്ക് വീണ്ടും ഞങ്ങളുടെ കൂടെ വരും. ഞാനും അസീംക്ക് പ്രത്യേക ഒരു ബോണ്ടാണ്. ഭയങ്കര സ്നേഹമാണ് പറയുമ്പോ വേറെ രീതി വിചാരിക്കരുത്. കാരണം ഞങ്ങള് തലേന്ന് ഇതൊക്കെ ഉണ്ടായാലും പിറ്റേന്ന് വീണ്ടും എല്ലാം കൂടെ ഒത്തു വരും. അങ്ങനെ ഞാൻ പറയുന്ന പല ഏജ് ഗ്രൂപ്പുള്ള ആളുകളായിട്ട് നമുക്ക് എപ്പോഴും, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു പക്ഷെ അതെനിക്ക് പറയുന്നതുകൊണ്ട് മടിയില്ല, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെല്ലാം ചെറിയ കുട്ടികളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ എവിടെ എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളിൽ എവിടെ വീട്ടിൽ പോയാലും കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ടൈം, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന സർക്കിള്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളുടെ, ഇപ്പൊ ഞാനും ആസി ഞാനും ആസി പോലും എന്നെക്കാൾ ചെറുതാ. അപ്പൊ ഇവൻ എന്തുമാത്രം ചെറുതാ, പക്ഷെ ഞങ്ങൾക്ക് ഒരേ വൈബാണ്. ഡിസ്കസ് ചെയ്യുന്ന കഥകളായാലും കാര്യങ്ങളായാലും ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ജിത്തു വരുമ്പോ ഞങ്ങളിപ്പോ തിയേറ്റർ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയൊക്കെ പോയിട്ട് ബസ്സിൽ വരുമ്പം അത് മുഴുവൻ പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ രസകരമായിട്ടുള്ള മൊമെന്റുകളല്ല. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തന്നെയാണ് നമുക്ക് ലൈഫിൽ എന്താ പറയുക, ആകെ ബാക്കിയാകുന്നത് മൊമെന്റ്സ് ആണ്. ആ മൊമെന്റ്സും ആ മെമ്മറീസും ആണ് നമ്മളെ ഏറ്റവും മുമ്പോട്ട് നയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കൊരു സക്സസും കൂടെ വരുമ്പോൾ നമ്മൾ ഷൂട്ടിങ് എങ്ങനെ എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തൊക്കെ, അതല്ല അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ സ്പേസിൽ എത്തുന്ന സമയത്ത് എല്ലാവരും സീരിയസ് ആണ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള മെനക്കേട് വേറെയാണ്. അപ്പൊ അവിടെ വേറെ ഒരു തമാശയുമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടാണ് നമുക്ക് തരുന്ന എന്താ പറയാ, അതിന്റെ ഫ്രൂട്ട്, നമ്മളുടെ എഫേർട്ടിന്റെ എല്ലാം. അത് വളരെ എല്ലാവരും എല്ലാ സിനിമകളും ചെയ്യുന്ന എന്തിനാ, അതിന്റെ റിസൾട്ട് നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എഫേർട്ട് സെയിമുമാണ്. പക്ഷെ അത് ചില സിനിമകൾക്കേ സംഭവിക്കുള്ളൂ. അത് ഈ സംഭവത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും രസം. കാരണം അത് ഒരു പക്ഷേ ഇതൊരു ചരിത്ര വിജയമായിട്ട് ഞാൻ പറയും. കാരണം മലയാള സിനിമയിൽ നമ്മൾ എപ്പോഴും ഏറ്റവും മോശം സീസൺ എന്ന് പറയുന്ന ഒരു സീസൺ, ഡ്രൈ സീസൺ. അത് തിയേറ്ററിൽ ഏറ്റവും ആളുകൾ വരാൻ മടിക്കുന്ന, കാരണം എക്സാം ആണ് കുട്ടികൾക്ക്. എൻ്റെ വീട്ടിലും കുട്ടികളുണ്ട്, എനിക്കറിയാം. അപ്പൊ എക്സാം ഉണ്ടാകുമ്പോൾ പാരന്റ്സും അവരാരും പോവില്ല. അത് കഴിഞ്ഞിട്ട് നോമ്പ് കാലമാണ്, അപ്പൊ ആ തിയേറ്ററിൽ വരാൻ മടിക്കും. പക്ഷെ ആ സീസണിൽ ഈ നമ്മുടെ പടം ഹൗസ്ഫുൾ ആയിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഒരുപക്ഷെ ഇവരെക്കാൾ ഉപരി എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം നിന്നതുകൊണ്ട് എനിക്കറിയാം, പലപ്പോഴും എൻ്റെ പല സിനിമകളും അവസാനം റിലീസ് വരെ ഈ സീസണിലായിരിക്കും. കാരണം ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാത്തതുകൊണ്ടാണ്. അതിനു മുമ്പുള്ള പല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷെ തിയേറ്റർ കിട്ടില്ല. അപ്പൊ കിട്ടുന്നത് ആകെ ഇതുപോലുള്ള ഡ്രൈ സീസണിലാണ്. അപ്പൊ ഞാൻ ഇത് തുടക്കത്തിലേ നമുക്ക് ഈ സീസണിൽ എത്തിയപ്പോൾ ഞാനും ജിത്തും ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ടീം പറയുന്നുണ്ട്, ഇച്ചിരി പ്രശ്നമുള്ള ടൈമാണ്, നമുക്ക് വേറെ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 19-ാം തീയതി ആകുമ്പോഴേക്കും വലിയ വലിയ സിനിമകൾ വരുന്നു. നമ്മുടെ ഒരു ചെറിയ സിനിമയാണ് താരതമ്യേന. അപ്പോൾ ഹിറ്റ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല അവരുടെ കൂടെ ഒന്നും. അങ്ങനെയാണ് നമ്മൾ ഈ സീസണിൽ തന്നെ ഇറക്കുന്നത്. പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ സിനിമ അടിച്ചടിക്കും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഓഡിയൻസ് ഉണ്ട്, ആ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞ് ഇത് വർക്കാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് സർപ്രൈസിങ് ആയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് പ്രായം കൂടിയ ആളുകളും, ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഈ അടുത്ത് എറണാകുളത്ത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അവർ ബസ്സിൽ മുഴുവൻ രാത്രി വന്നിട്ട് സെക്കൻഡ് ഷോ കണ്ട ആളുകളെല്ലാം 50 വയസ്സിനും മേലെ പ്രായമുള്ള ആളുകളാണ്. അവർ കണ്ടിട്ടും, അപ്പോൾ അത്തരം ആളുകൾ പോലും ഈ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതൊരു വൈഡായിട്ടുള്ളൊരു ആക്സെപ്റ്റൻസ് കിട്ടി. അപ്പം നമുക്കിപ്പോൾ എനിക്കും അസ്കറിനും ജിത്തുവിനെയും ടാഗ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഡെയിലി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊരു ഫോണിൽ നിന്ന് എടുക്കാൻ തോന്നില്ല നമുക്ക്. കാരണം ഓരോ പോസ്റ്ററും അവർ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ സിനിമയെക്കുറിച്ച് അവർ എഴുതാൻ എടുക്കുന്ന ഒരു സമയമില്ല. അതാണ് നമുക്ക് തരുന്ന സ്നേഹം. അല്ലാതെ വെറുതെ ഒരു ഷോട്ട് എടുത്തിടുക എന്നുള്ളതിന് പകരം അത് കൃത്യമായിട്ട് അവർക്ക് എന്തൊക്കെ ഇഷ്ടമായി, എന്തൊക്കെയാണ് അവർ, അതൊരു സ്നേഹമാണ്. ആ സ്നേഹമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഈ ശരിക്കും പറഞ്ഞപ്പോ ഇതിന്റെ വിജയം എന്ന് പറയുമ്പോൾ ഭയങ്കര ആളുകള്, അതായത് ഇത്തരം സിനിമകളൊക്കെ എപ്പോഴും ആളുകൾ
എഴുതി തന്നെ ഹിറ്റാക്കണം എന്ന് പറയാറുണ്ട്. കാരണം മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. പക്ഷേ കിട്ടിയ ഏറ്റവും ഹാർട്ട് ഫെൽറ്റിംഗ് മെസ്സേജ് ഏതാ റിലീസ് ചെയ്തിട്ട്? കുറച്ച് കൺഫ്യൂസിങ് ആണെന്നും അത് കുറച്ച് കൺഫ്യൂസിങ് ആയി പോവാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ശരിക്കും. അവിടെ നിന്ന് ഏറ്റവും സർപ്രൈസ് ചെയ്യിച്ച മെസ്സേജ് എന്തായിരുന്നു? ഇലൂർ അങ്ങനെ പർട്ടിക്കുലർ മെസ്സേജ് ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ജസ്റ്റ് കൊള്ളാം അല്ലെങ്കിൽ മോശം എന്നല്ലാതെ കൃത്യമായിട്ടും അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇതിനകത്ത് വർക്കൗട്ടായി, ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമയെ അവർ അത്രത്തോളം ശ്രദ്ധിച്ച് കണ്ടു. ഇപ്പം മീൻസ് ചില റിവ്യൂസിൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് കണ്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും ഫോണിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകാതെ പോകുന്ന സിനിമയാണ്. അപ്പം അത്രയും അവർ ശ്രദ്ധിച്ച് കണ്ടത് കൊണ്ട് തന്നെ എന്താ പറയാ, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് ആണ് അല്ല മെസ്സേജസ് ആണ് നമുക്ക് വന്നിട്ടിരിക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സാധാരണ ഇത് ഞങ്ങളാണ് പറയാറുള്ളത്. അതായത് സിനിമയുടെ ബാക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ക്രൂ ആണ് എപ്പോഴും ഇത് പറയാറുള്ളത്. ഇത് പറയുന്നത് പബ്ലിക്കാണ്. അത് ഞങ്ങൾക്ക് ടാഗ് ചെയ്ത് വരുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ല. കാരണം ഞങ്ങൾക്ക് PR വളരെ കുറവായിരുന്നു. ഞങ്ങൾ പ്രീ പബ്ലിസിറ്റി ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഇത് പ്ലാറ്റ്ഫോം അധികം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് എപ്പോഴും ഇത്തരം സിനിമകൾക്ക് നമുക്ക് എവിടെയും ഒരു ചെറിയൊരു അവഗണന നമുക്ക് കിട്ടും. അത് പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മളെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയത് പ്രേക്ഷകരാണ്. അവരാണ് നമ്മളുടെ അടുത്ത്, അതല്ലെങ്കിൽ അവരാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, ഡോണ്ട് മിസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ടാഗ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ മെസ്സേജുകൾ വരുന്നത്. സോ ഒരു സംഭവം തന്നെയാണ്. എനിക്ക് കുറെ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഒരു ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ അസ്കർ ഇനി തെരഞ്ഞെടുക്കണം. ഇവര് പേഴ്സണൽ മെസ്സേജ് ഇതാണ് വേണ്ടത്, ഇനി ഇതുപോലത്തെ സ്ക്രിപ്റ്റ് മാത്രം എടുത്ത് നല്ല സിനിമകൾ ചെയ്യും, ഞങ്ങൾ ഒപ്പം കൊണ്ട് കൂടെ. ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഇത് ശരിക്കും പറഞ്ഞപ്പോ ആളുകൾക്ക് ഇത്രയും ഇഷ്ടമുണ്ടെന്നുള്ള ഒരു ഞാൻ നേരത്തെ റിയലൈസേഷൻ കൂടെ അടുത്ത സിനിമയ്ക്ക് ഇനി തെരഞ്ഞെടുക്കുമ്പോ റെസ്പോൺസിബിൾ ആവണമല്ലോ. അത് ഉറപ്പായിട്ടും അങ്ങനെ ആയേ പറ്റുള്ളൂ. നമ്മള് ഇത്രയും നാളും അവരെന്നെ ക്ഷമിച്ചു വിട്ടു, ഇത് തന്നപ്പോ എന്നെ പാസ്സാക്കി തന്നു, ഇനി നീ അടങ്ങി നന്നായിട്ട് പരിപാടി നോക്കിക്കോണം. അത് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടവും ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ടൊരു സാധനം കൊടുക്കുമ്പോൾ അത് രുചിയുള്ളതാണെങ്കിൽ അതിന് ഞാൻ പറഞ്ഞില്ല, ഇത്രയും മെസ്സേജ് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ടാഗ് ചെയ്ത് റിവ്യൂ ആയിട്ട് എഴുതി ഇടുമ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ടോ, ഓക്കെ ഇവരെല്ലാത്തേക്കും എത്തണം, ഈ സിനിമ എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അവർക്കത് തോന്നിയോണ്ടാണ് അവരത് ഇടുന്നതും. അതിപ്പരം എനിക്ക് തോന്നുന്നു അതിൽ പരം ഒരു PR ഒന്നും വേണ്ടാതെ എനിക്ക് തോന്നിപ്പോ. കാര്യം അത്രയും നമ്മൾ എടുക്കേണ്ട ജോലി നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവരുടെ കൈ കൊടുത്തു, അവരത് അടിപൊളിയാക്കി തന്നപ്പോ. ആസിഫിക്ക് എന്താ പറഞ്ഞ പടം കണ്ടിട്ട്? എടാ അടിപൊളി പടമാണ്. കുറച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്, അത് കൺവിൻസിംഗ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞത്. ഈ ഹാപ്പിനെസിന് അപ്പുറം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇനി സ്വഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ പോയിക്കോ. ഫസ്റ്റ് ഞങ്ങളുടെ ഷോന് ആസിഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രോയിലായപ്പോഴാണ് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ആസിഫിനെ കണ്ടിരുന്നില്ല. അപ്പോൾ ഇൻട്രോയിലായപ്പോഴാണ് ഞാൻ ആസിഫിന്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ആസിഫിന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഇത് വേറെ സംഭവമാണല്ലോ, വേറെ പരിപാടിയായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, കാരണം നമുക്ക് ഇത് സിനിമ നമ്മൾ എഡിറ്റ് കാണുന്നുണ്ട്, ഡബ് കാണുന്നുണ്ട്, ഷൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇത്തിരി പാളിയിരിക്കുന്ന സമയമായിരിക്കും ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത്. ഞാൻ ആസിഫിന്റെ അടുത്ത് ചോദിച്ചത് അതാണ്, നിനക്ക് ആസിഫ് വർക്കാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിരുന്നു. നമുക്കറിയില്ലല്ലോ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇന്റർവെല്ലിന് ആസിഫ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ, കാരണം ആസിഫ് സിനിമയുടെ എഡിറ്റ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഇത്രയും കഥകൾ കേൾക്കുന്ന, ഇത്രയും സിനിമ വർക്ക് ചെയ്യുന്ന, അപ്പൊ ആസിഫിന്റെ അടുത്ത് ആ വാക്ക് കേട്ടപ്പോ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഈ വിജയ് ഫാനായ ഡയറക്ടർ വിജയ് സിനിമകൾ മിസ് ചെയ്യുമോ? പക്ഷേ ഈ ഫാൻ പറയുന്നത് വിജയ് തിരിച്ചു വരും, വിജയ് സാർ വന്നിരുവ. അത് ശരിക്കും ഫാൻ ഷോ സെലിബ്രേഷൻസ് നമുക്ക് വിജയ് ഭയങ്കര കൾച്ചറൽ ഐക്കൺ കൂടെ ആണല്ലോ ശരിക്കും. ആ രീതിയിൽ എങ്ങനെയാ, എന്തുകൊണ്ട് വിജയ് ഫാൻ എങ്ങനെ ശരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് വിജയ് എന്ന് പറയുമ്പോൾ? ഇല്ല ബ്രോ, ഞാൻ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടൊരു തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ടിക്കറ്റ് കിട്ടാണ്ടിരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര ഹൈ ആയി, എന്തുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് എടുത്ത് കയറി കണ്ടപ്പോ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. അന്നുതൊട്ട് കട്ട വിജയ് ഫാനാണ്. ഫാൻസ് അസോസിയേഷനിൽ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിജയ് സാറിനെ വെച്ചിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹം എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവുമല്ലോ. ശരിക്കും ആ രീതിയിലൊക്കെ നമ്മുടെ അണ്ണന് അങ്ങനത്തെ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. ഐഡിയ ഉണ്ടായിരുന്നു? ഐഡിയ ഉണ്ട്, മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്.
വിനീതന്റെ അടുത്ത പടം ഡയറക്ഷൻ? ഞാൻ എഴുത്ത് നടക്കുന്നുണ്ട്, ഞാൻ അതിന്റെ ബാക്കി പ്രോസസ്സ് നടക്കുന്നുണ്ട്. അനൗൺസ് ചെയ്യാവുന്ന ഒരു ഘട്ടമായിട്ടില്ല. എന്ത് ജോണറായിരിക്കും? അതൊന്നും ഇപ്പൊ പറയുന്നില്ല. ഈ മമ്മൂക്കടക്ക് ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് പടം എന്തായി എന്നൊക്കെ. ശരിക്കും മമ്മൂക്ക പടമൊക്കെ ഞാൻ ഇല്ല, എൻ്റെ ആലോചനകളിൽ ഞാൻ കഥകളാണ് ഇപ്പോൾ, ഐ മീൻ നമ്മളെപ്പോഴും എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന കഥ, ഇതിപ്പോൾ ഞാൻ എൻ്റെ തന്നെയാണ് സബ്ജക്റ്റ്, അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് റൈറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മുമ്പ് കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കളായിട്ട് ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ പിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേ എനിക്ക് ആർട്ടിസ്റ്റ് ആരാണെന്ന് കറക്റ്റ് അറിയാം. ബ്രോ അടുത്തത് സംഭവം 2 ആണോ? ആണോ? എന്തായാലും സംഭവിക്കട്ടെ സംഭവം 2. അടുത്ത സ്ക്രിപ്റ്റുകൾ കേട്ടോണ്ടിരിക്കുന്നു. സംഭവം 2 എന്തായി? ഐഡിയാസ് ഉണ്ട് ബ്രോ കുറച്ച്. അതിപ്പോ കുറച്ച് റൈറ്റിംഗ് പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിന്ന് ആരാ ശരിക്കും വേറെ വിളിച്ച് ഫീഡ്ബാക്ക് പറഞ്ഞാരാ? ആദ്യം മറ്റേ നിമിഷ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, DOP. അങ്ങനെ ടെക്നീഷ്യൻസ് കുറച്ചുപേര് വിളിച്ചു. ഇനിയിപ്പോ സംഭവം 2ന്റെ പ്രഷർ അപ്പോ ഉണ്ട്. ഇപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര എക്സ്പാൻഷൻ രീതിയിലൊക്കെ എടുക്കണം എന്നുള്ള ഐഡിയാസ് ശരിക്കും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പൊ സംഭവം 2 ശരിക്കും ആക്ച്വലി കുറച്ച് ബേസ് ഐഡിയ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ എത്രത്തോളം അത് ബഡ്ജറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഇനി അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനോട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ബിഫോർ കൺക്ലൂഡ്, സിദ്ധാർത്ഥേട്ടന്റെ ക്യാരക്ടർ ശരിക്കും ഭയങ്കര കീ ക്യാരക്ടറാണ്. ശരിക്കും അതെങ്ങനെ കാസ്റ്റിംഗിൽ ബെസ്റ്റ് ഐഡിയ സിദ്ധാർത്ഥേട്ടൻ തന്നെയായിരുന്നു? ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് ചോദിക്കരുത്. പക്ഷെ എന്നിരുന്നാലും വൺ ഓഫ് ദ മെയിൻ ഇത് സിദ്ധാർത്ഥേട്ടൻ തന്നെയായിരുന്നു. കാര്യം പ്രത്യേകിച്ചും സിദ്ധാർത്ഥേട്ടൻ്റെ ആ നരേഷൻ അത് ഭയങ്കരമായിട്ട്, അത് ചേട്ടൻ തന്നെ ചെയ്താൽ കിട്ടുന്ന ഒരു ഇമ്പാക്ട് വേറെ ആയിരുന്നു. അപ്പൊ ചേട്ടൻ മെയിൻ ഓപ്ഷൻസിൽ ഒന്ന് തന്നെയായിരുന്നു. ശരിക്കും നമുക്ക് എപ്പോഴും കണ്ടന്റ് ഭയങ്കര അധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് കണ്ടന്റ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും പുതിയ ആ രീതിയിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ് സംഭവം. ഇപ്പോൾ കണ്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും വലിയ വലിയ വിജയങ്ങൾ ഡയറക്ടറായിട്ടും ആക്ടേഴ്സായിട്ടൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.